സമാധാന കരാറിൽ ഒപ്പിടാനിരിക്കെ ഹമാസ് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നു. 20 പേരിൽ 7 പേരെ മോചിപ്പിച്ചു. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസൽ, കൂടുതൽ ബന്ധികളെ ഇന്ന് തന്നെ മോചിപ്പിക്കും. 20 പേർ ഇന്ന് മോചിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നടപടികൾ സ്വീകരിച്ചു പോരുന്നത് എങ്ങനെയാണ്? പ്രസാദ്, അല്പസമയത്തിന് മുമ്പാണ് ഇത്തരത്തിൽ 7 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത്. മൊത്തം 20 ബന്ദികളാണുള്ളത്. അതിൽ 7 പേരെയാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലി സേന അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് റെഡ് ക്രോസ് മുഖേനയാണ് ഇത്തരത്തിൽ 7 ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നത്. റെഡ് ക്രോസ് വാഹനം, ഈ മോചിപ്പിക്കലിന്റെ ഭാഗമായി റെഡ് ക്രോസ് വാഹനം രാവിലെ മുതൽ തന്നെ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതായത് ഈ മോചിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവിടുന്ന് റെഡ് ക്രോസിലെ വാഹനത്തിലേക്കാണ് 7 ബന്ദികളെയും എത്തിച്ചത്. അതിനുശേഷം അവരെ ആരോഗ്യനില പരിശോധിച്ചു. ആരോഗ്യനില തൃപ്തികരം തന്നെയായിരുന്നു. ഈ ആരോഗ്യനില തൃപ്തികരമല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാവുന്ന ബന്ധുക്കളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും മറ്റ് സൗകര്യങ്ങൾക്കുമായി വ്യോമസേന ഹെലികോപ്റ്റർ ഉൾപ്പെടെ അവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും 7 പേരെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 13 പേരെ ഇന്ന് തന്നെ മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 7 പേരുടെ പേരുകൾ നോക്കുകയാണെങ്കിൽ എയ്റ്റൺ മോർ, ഗാലി ബർമൻ, സിവ് ബർമൻ, മാഡാൻ എൻഗ്രസ്റ്റ്, ഓംറി മിറാൻ, അലോൺ ഇഹാൻ, ഗായ് ഗിൽബോയ ദല്ലേൽ എന്നീ 7 പേരെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവരെ 2023 ഒക്ടോബർ 7 നടന്ന യുദ്ധത്തിനിടെയാണ്, അല്ലെങ്കിൽ ആക്രമണത്തിനിടെയാണ് ഇവരെ ഈ 20 പേരെയും തട്ടിക്കൊണ്ടുപോയത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഈ സിവ് ബർമനെ ഉൾപ്പെടെയുള്ളവരെ, അതായത് ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട സിവ് ബർമനെ ഉൾപ്പെടെയുള്ളവരെ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 അതായത് കൃത്യം 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ യുദ്ധത്തിനിടയിലാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. അവരെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലും ഹമാസിൻ്റെയും ഇപ്പോൾ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയും ഫലസ്തീനും യുദ്ധം അവസാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിലുള്ളത്. ഗാസയിൽ സമാധാനം പുലർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ അതായത് ഈ മോചിപ്പിക്കപ്പെട്ടവരെ തെക്കൻ ഇസ്രായേലിലെ റീം സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നാണ് അവരെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ഇവരെ മോചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വലിയൊരു ആഘോഷം തന്നെയാണ് ബന്ധുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതായത് വീടുകളിൽ നിന്ന് അവർ ലൈവായി ഈ മോചിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട്, കണ്ണീർ തൂകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ ദിനം തന്നെയാണ് ഈ ബന്ധുക്കളെ സംബന്ധിച്ചുള്ളത്. കാരണം 2 വർഷമായി അവരെ തന്നെ അച്ഛന്മാരെ, അല്ലെങ്കിൽ അമ്മമാരെ, സഹോദരങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ട് 2 വർഷമായി അവരെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാതെ വലിയ സങ്കടത്തോടെ കഴിയുകയാണ്. അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത്. ബന്ധുക്കളെ കാണാനായി, അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്തേക്ക് അവർ തിരികെ വരികയാണ്. ആ 20 പേർ തിരികെ എത്തുകയാണ്. അതിൽ 7 പേരെയാണ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 13 പേരെ ഇന്ന് തന്നെ മോചിപ്പിക്കുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ അതുപോലെ ഈ കരാറിന്റെ ഭാഗമായി തന്നെ ഇസ്രായേലിൽ തടവിൽ താമസിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്ന 2000ഓളം ഫലസ്തീൻ തടവുകാരുണ്ട്. അവരെയും ഇന്ന് തന്നെ മോചിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിൻ്റെ ഭാഗമായി 1966 തടവുകാരും ഇപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ തടവറയിൽ നിന്ന് അവർ മോചിപ്പിക്കുന്നതിനായി ഇപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അന്നാണ് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇവരെ മോചിപ്പിക്കുന്ന പങ്കെടുത്ത ഒരു ഓഫീസർ പറഞ്ഞിരിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ 250 പേരെ വെസ്റ്റ് ബാങ്ക്, ജെറുസലേം, മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിട്ടയക്കുകയും ചെയ്യും. അതേസമയം 1716 പേരെ ഗാസയിലെ നാസർ ആശുപത്രിയിൽ വിട്ടയക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇവർ ഈ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇസ്രായേലിലെ പകുതിയിലധികം പേരെയും, അതായത് ഇസ്രായേൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന പകുതിയിലധികം പേരെയും മോചിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ടെല്ലവീവിലും ഇപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാണാനുള്ള ഒരു സന്തോഷത്തിലാണ്. 2 വർഷമായി അവരെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും അറിയാതെ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാതെ വലിയ സങ്കടത്തിലായിരുന്നു അവർക്കരികിലേക്കാണ് ഇപ്പോൾ തങ്ങളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ കടന്നു വരുന്നത്. അവരെ സ്വീകരിക്കാൻ
മോചിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പരസ്പരം മറ്റു സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ വിഷമങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒപ്പം തന്നെ ബന്ദി സ്ക്വയറിൽ, അതായത് ടെല്ലവീവിൽ തയ്യാറാക്കിയ ബന്ദി സ്ക്വയറിലെ വലിയ സ്ക്രീനിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. ഇസ്രായേൽ പതാകകളും അവർ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്ലക്കാർഡുകളും ഉപയോഗിച്ചാണ് അവർ അവിടെ ആഘോഷിക്കുന്നത്. മാത്രമല്ല റോഡിൽ മുഴുവൻ വെൽക്കം ഹോം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള, അതായത് ഇസ്രായേൽ പതാകയുടെ നിറത്തിൽ ആ നീല, വെള്ള, നീല, അങ്ങനെ ആ ഇസ്രായേൽ പതാകയുടെ നിറത്തിൽ അതിൻ്റെ നടുഭാഗത്തായി വെൽക്കം ഹോം എന്ന് എഴുതിക്കൊണ്ടുള്ള വലിയൊരു ചിത്രം തന്നെ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ആഘോഷപൂർവ്വം തന്നെയാണ് ഈ ബന്ദികളാക്കപ്പെട്ട് മോചിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ബന്ധുക്കൾ. ഏതായാലും അല്പസമയത്തിനകം തന്നെ മറ്റുള്ളവരെയും കടത്തിവിടും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മറ്റു ബന്ദികളാക്കപ്പെട്ടവരെയും മോചിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വേറൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയാണ്. അതിലേക്കായി ട്രംപ് ഉടൻ തന്നെ അവിടേക്ക് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈജിപ്തിലേക്ക് അദ്ദേഹം ഇസ്രായേലിലേക്ക് അദ്ദേഹം രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പാർലമെന്റിൽ സംസാരിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഈജിപ്തിലേക്ക് മടങ്ങുക. ഈജിപ്തിലെ ഉച്ചകോടിയിൽ അദ്ദേഹം സംസാരിക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഉണ്ടാകും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഈ ഉച്ചകോടിയിൽ അധ്യക്ഷം വഹിക്കുന്നത്. മാത്രമല്ല 20 രാജ്യങ്ങളിലെ പ്രമുഖരും 20 രാജ്യങ്ങളിലെ പ്രതിനിധികളും ആ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ക്ഷണമുണ്ടായിരുന്നു, അദ്ദേഹം പോകുന്നില്ല. പകരം മറ്റു മന്ത്രിയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഈജിപ്തിലെ ഉച്ചകോടി, അതിൽ പ്രധാനമായും പറയുന്നത് ഗാസയുടെ നവീകരണമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഗാസയിൽ. കഴിഞ്ഞ 2 വർഷമായിട്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നു, നിരവധി പേരുടെ ജീവൻ എടുത്തു. 63,000-ഓളം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല നിരവധി കുട്ടികൾക്ക് അച്ഛനമ്മമാരെ നഷ്ടമാകുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളൊക്കെ നീക്കി തുടങ്ങി. ഏതായാലും ഗാസയുടെ പുനർനിർമ്മാണം എന്നാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള സുരക്ഷാ സേനയും ഹമാസും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള സംഘർഷം അവിടെ നടക്കുന്നുണ്ട്. അതിൽ 63ഓളം പേർ ഇപ്പോൾ തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനെ ചെറുക്കാനൊക്കെ സായുധ സേനയൊക്കെ സമാധാന സേനയൊക്കെ വിന്യസിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സമാധാന ചർച്ചയിലേക്കാണ് ഈജിപ്ത് സാക്ഷ്യം വഹിക്കുന്നത്. ചെങ്കടലിന് സമീപമുള്ള റിസോർട്ടിലാണ് ഈ ഉച്ചകോടി നടക്കുക. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഗാസ പൂർണ്ണമായും സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. പ്രസാദ് കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ